അതാണ് പ്രധാനപ്പെട്ട വിഷയം. ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കണം. അതിന് പാഴ്സൽ കൊടുക്കുന്ന ഭക്ഷണ വിഭവങ്ങളിൽ അതിൻ്റെ ഉണ്ടാക്കിയ സമയം രേഖപ്പെടുത്തണമെന്നതാണ്. ഈ സമയക്രമത്തിൽ കുരുങ്ങിക്കിടക്കുകയാണ് ഹോട്ടൽ ഉടമകളും ഒക്കെ. നമുക്കൊപ്പം ആരോഗ്യ പ്രവർത്തകനും ഇതിൽ വിദഗ്ധ അഭിപ്രായം പറയാൻ ഡോക്ടർ രാജീവ് ജയദേവൻ ചേരുന്നുണ്ട്. ഡോക്ടർ, ഹോട്ടൽ ഉടമകൾ പറയുന്നത് എല്ലാ ഭക്ഷണത്തിലും നമുക്ക് അത് ഉണ്ടാക്കിയ സമയവും അത് കൊടുക്കുന്ന സമയവും അത് കഴിച്ചു തീർക്കേണ്ട സമയമൊന്നും രേഖപ്പെടുത്താൻ സാധിക്കില്ല, അത് അപ്രായോഗികമാണ് എന്നാണ്. എന്താണ് പിന്നെ ഇതിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്? ഫുഡ് പോയ്സണിങ് അഥവാ ഭക്ഷ്യവിഷബാധ എന്നുള്ളത് വലിയൊരു ക്യാൻവാസിൽ പടർന്നു കിടക്കുന്ന വലിയൊരു ടോപ്പിക്കാണ്. അപ്പോൾ ഈ ഫുഡ് പോയ്സണിങ് കുറയ്ക്കാനായിട്ട് അല്ലെങ്കിൽ ഒഴിവാക്കാനായിട്ട് നിരവധി തലങ്ങളിൽ അതിന് നടപടികൾ വേണ്ടിവരും. അതിലൊരു നടപടിയെ പറ്റിയിട്ടാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. ഇപ്പോ ഷവർമയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ, ഷവർമയുടെ പ്രശ്നം തുടങ്ങുന്നത് അവിടെ മീറ്റ് എവിടെ നിന്ന് വരുന്നു എന്നുള്ളത് വെച്ചിട്ടാണ്. വൃത്തിഹീനമായ സ്ഥലത്ത് നിന്നാണ് മീറ്റ് വരുന്നതെങ്കിൽ, അതോ ആ മീറ്റ് വന്നതിന് ശേഷം അത് അദ്ദേഹം പറഞ്ഞതുപോലെ കൃത്യമായിട്ട് അത് തണുപ്പത്ത് വെക്കുന്നില്ലെങ്കിൽ, ഫ്രിഡ്ജിൽ വെക്കുന്നില്ലെങ്കിൽ, മസാല പുരട്ടിയതിനു ശേഷം അത് ചില്ലറിൽ വെച്ചില്ലെങ്കിൽ, ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാകുന്നു. അതിനുശേഷം ഷവർമ ബ്ലോക്ക് വെക്കുകയും അത് 4 മണിക്കൂറിനകം ഉപയോഗിച്ച് തീർക്കുകയും വേണ്ടതാണ്. എന്നാൽ ഇത് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഇതിനുള്ള പ്രശ്നങ്ങൾ, ഫുഡ് പോയ്സണിങ്ങുള്ള സാധ്യതകൾ കൂടുകയാണ്. എന്നാൽ ഭക്ഷണം വാങ്ങിച്ചതിന് ശേഷം, അതായത് ഭക്ഷണം കസ്റ്റമറിലേക്ക് എത്തിച്ചതിന് ശേഷവും ഇങ്ങനെയുള്ള പല റിസ്കുകളും അവിടെ വരാറുണ്ട്. അതിലൊരു റിസ്ക് ആണ് അകാരണമായിട്ടുള്ള കാലതാമസം. ഭക്ഷണം പാകപ്പെടുത്തിയതിനു ശേഷം ഏറെ കാലതാമസം ഉണ്ടായിക്കഴിഞ്ഞാൽ പാകപ്പെടുത്തിയ ഭക്ഷണത്തിലുള്ള ബാക്ടീരിയകൾ അതിവേഗം, അതിന് എക്സ്പൊണൻഷ്യൽ എന്നാണ് കണക്കിൽ പറയുക, മാത്തമാറ്റിക്സിൽ പറയുക, അതായത് അതിവേഗം അതിന്റെ കൗണ്ട് കൂടുന്നത്. ഈ ഗ്രാഫിന്റെ ഷേപ്പ് ഇങ്ങനെയാണ്, ഉയർന്നാണ് പോകുന്നത്. അതിവേഗം ഈ ബാക്ടീരിയകൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന അവസ്ഥയാണ്. അതുകൊണ്ടാണ് ഭക്ഷണം പാഴ്സലായി വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് എത്രയും വേഗം കഴിച്ചു തീർക്കണം എന്ന് നിഷ്കർഷിക്കാറുള്ളത്. അതിന്റെ ഒരു പ്രത്യക്ഷ ഉദാഹരണമാണ് നമ്മുടെ ഈ സ്പോട്ട് റിപ്പോർട്ടിൽ നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ചർച്ചയ്ക്ക് എടുത്ത വിഷയം ഇവര് പറയുന്നത്, അതായത് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ ആളുകളൊക്കെ പറയുന്നത്, അതായത് നമുക്ക് ഈ അറേബ്യൻ വിഭവങ്ങളിലൊക്കെ ഇപ്പോൾ സമയം കൃത്യമായി എഴുതി കൊടുക്കുന്നുണ്ട്. പക്ഷേ ഒരു വെജിറ്റേറിയൻ വിഭവം അല്ലെങ്കിൽ ഒരു ഉച്ചയൂണ്, പൊതിച്ചോറൊക്കെ തയ്യാറാക്കുകയാണെങ്കിൽ അത് രാവിലെ തൊട്ട് ഉച്ചവരെ പല സമയത്ത് തയ്യാറാക്കുന്ന വിഭവങ്ങൾ ഒരുമിച്ചാണ് ഒരു പൊതിച്ചോറായി കൊടുക്കുന്നത്. അതിലൊക്കെ ഈ സമയക്രമം എങ്ങനെ എഴുതി ചേർക്കാൻ പറ്റും, എങ്ങനെ അത് കൃത്യമായി പാലിക്കാൻ പറ്റും, അതൊരു പ്രാക്ടിക്കലായി നടക്കുന്ന കാര്യമാണോ എന്നതാണ്. ഈ പൊതിച്ചോറിൽ 4 വിഭവങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ ഈ 4 വിഭവങ്ങളുടെയും കൃത്യസമയത്ത് ഏത് സമയത്ത് ഉൽപ്പാദിപ്പിച്ചു എന്ന് നിഷ്കർഷിക്കണം എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെയൊരു നിർദ്ദേശം ഉള്ളതായിട്ടും ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ ഈ പാഴ്സൽ എപ്പോഴാണ് ബില്ല് ചെയ്തത് എന്നുള്ളത് ആ പാഴ്സലിന്റെ ബില്ലിൽ അത് ഉൾപ്പെടുത്തുകയാണെങ്കിൽ, ആ ബില്ലിന്റെ അടിയിൽ തന്നെ കൺസ്യൂം വിതിൻ 2 hours, 2 മണിക്കൂറിനുള്ളിൽ ഇത് കഴിച്ചു തീർക്കണമെന്ന് എഴുതുകയാണെങ്കിൽ തന്നെ ശക്തമായിട്ടുള്ള ഒരു സന്ദേശം അവിടെ ഉണ്ടായി വരികയാണ്. അല്ലാതെ അതിലുള്ള ചമ്മന്തി എപ്പോഴുണ്ടാക്കി, അതിലുള്ള സാലഡ് എപ്പോ ഉണ്ടാക്കി, അതിലുള്ള തോരൻ എപ്പോ ഉണ്ടാക്കി എന്നുള്ളത് വെക്കാൻ സാധിക്കുകയില്ല. അത് ശരിയാണ്, ആ പറഞ്ഞത് ശരിയാണ്. പക്ഷേ ഫോർ ദ മോസ്റ്റ് പാർട്ട് പലപ്പോഴും ചൂടുള്ള ഭക്ഷണം കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ എപ്പോഴാണ് കടയിൽ നിന്ന് വാങ്ങിച്ചത് എന്നുള്ളതിന്റെ വ്യക്തമായിട്ടുള്ള ലേബലും അത് വൈകി കഴിക്കാൻ പാടില്ല എന്നുള്ള ശക്തമായ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുക കൂടിയാണ് ഇത് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ലാഭം ഉണ്ടാകുന്നത് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് ഇൻഡസ്ട്രിക്ക് തന്നെയാണ്. കാരണം ഒരു പബ്ലിക് ഹെൽത്ത് പ്രോബ്ലം ഒഴിവാകുകയാണെങ്കിൽ ജനങ്ങൾ കൂടുതൽ ഇപ്രകാരമുള്ള മേഖലയെ ആശ്രയിക്കുകയും കൂടുതൽ ബിസിനസ് അവർക്ക് ഉണ്ടാകുകയും. എന്തായാലും നമുക്ക് സമയക്കുറവ് കൊണ്ടാണ് ഞാൻ ഇടപെടുന്നത്. കാര്യങ്ങൾ വ്യക്തമാണ്. ഈ പറഞ്ഞ ഭക്ഷണത്തിന്റെ സുരക്ഷയും ഭക്ഷണത്തിന്റെ വൃത്തിയും അതിന്റെ സമയവും ഒക്കെ വളരെ പ്രധാനം തന്നെയാണ് ഒരാളുടെ ആരോഗ്യത്തിലെന്ന്. നമുക്ക് കൂടുതൽ ഈ വിഷയത്തിൽ സംസാരിക്കേണ്ടതുണ്ട്, കൂടുതൽ പ്രതികരണങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. ഒരു ഇടവേള കൂടി കഴിഞ്ഞു.